ഒരു മനുഷ്യൻ എപ്പോഴാണ് മുതലാളിയാവുന്നത്? അദ്ദേഹം ബിസിനസ് നടത്തി അത് സക്സസ് ആവുമ്പോഴാണോ, അദ്ദേഹത്തിന്റെ കീഴിൽ കുറച്ചാൾക്കാർ ജോലി ചെയ്യുമ്പോഴാണോ, ഇതിനൊക്കെ അപ്പുറം അദ്ദേഹം ആഗ്രഹിച്ച സ്വപ്നങ്ങളെല്ലാം കൈപ്പിടിയിൽ ഒതുക്കുമ്പോഴാണോ? എപ്പോഴാണ് ഒരാൾ മുതലാളിയാവുന്നത്? എനിക്ക് തോന്നുന്നത് നമുക്കൊരു മുതലാളിയുടെ ഒരു ഫീലിംഗ് വന്ന തകർച്ച തുടങ്ങും. ഓക്കെ, അതാണ് എന്റെ ഫീലിംഗ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു മുതലാളി സ്ഥാനം എത്തിയാൽ അതൊരു ഈഗോസ്റ്റിക് പൊസിഷനാണ്, അല്ലേ? ഞാനൊരു മുതലാളി, മറ്റുള്ള എല്ലാവരും തൊഴിലാളി, അല്ലെ? ആ ഒരു ഫീലിംഗിലേക്ക് ഞാൻ പോയിട്ടില്ല. ബിക്കോസ് ഐ ലൈക്ക് ടു ബി ഇൻവോൾവ് വിത്ത് ദ ടീം. എന്നെ നിങ്ങൾ പുറത്ത് കാണുന്നത് ഒരു വേറെ മുഖമാണ്, അതെ. ഞാൻ ടോട്ടലി മറ്റൊരു മുഖമാണ്. ഇപ്പൊ സിമ്പിളായിട്ട് എടുക്കുക, എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട്. എനിക്കൊരു ക്യാമറമാൻ ഇല്ല. എന്റെ ക്ലീനിങ് ബോയ് ആണ് എന്റെ വീഡിയോ എടുക്കുക, എന്റെ ഡ്രൈവറാണ് എന്റെ വീഡിയോ. പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ കാലത്താണ് നമ്മളിരുന്ന് സംസാരിക്കുന്നത്. കാരണം നമ്മൾ കൂടെ സഞ്ചരിക്കും, യാത്ര ചെയ്യുമ്പോൾ പിറകിൽ നമ്മൾ അറിയാതെയൊക്കെ ഒപ്പിയെടുക്കുന്ന ഒരു കാലത്തിലൂടെ പോകുമ്പോൾ സ്വന്തമായിട്ട്